നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. ക്ഷേത്രഭരണം ഹിന്ദുക്കൾക്ക് മാത്രമാണെന്ന അലഹബാദ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി വന്നത് 2-3 ദിവസം മുൻപാണ്. പിന്നാലെ ഇതാ ഹിന്ദുക്കൾക്ക് വേണ്ടി മറ്റൊരു ശബ്ദം കൂടി രാജ്യത്ത് ഉയർന്നു കേൾക്കുന്നു. ക്ഷേത്രങ്ങളിൽ ഇനി അഹിന്ദുക്കൾക്ക് നിയമനമില്ലെന്നായിരുന്നു ആ പ്രഖ്യാപനം. ഭരണം വിശ്വാസികളായ ഹൈന്ദവർക്കു മാത്രം. നഷ്ടപ്പെട്ട ക്ഷേത്രഭൂമികൾ തിരികെ പിടിക്കും. ഇത്രത്തോളം ആർജവത്തോടെ ഈ വാക്കുകൾ ഉറക്കെ പറഞ്ഞത് മറ്റാരുമല്ല, ആന്ധ്രയുടെ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു. ക്ഷേത്ര സ്ഥാനമാനങ്ങൾ സനാതന വിശ്വാസികൾക്ക് മാത്രമാണെന്ന് ഉറപ്പു നൽകുകയാണ് ചന്ദ്രബാബു നായിഡു. ഹിന്ദുമത എൻഡോമെന്റ് വകുപ്പുമായി നടത്തിയ സുപ്രധാന യോഗത്തിലാണ് ചരിത്രപരമായ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത്. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ ജോലികൾക്കായി ഹിന്ദുക്കളെ മാത്രമേ നിയമിക്കൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ക്ഷേത്രങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനും മതപരമായ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാനും ആന്ധ്രാപ്രദേശിലുടനീളം ആത്മീയവും സാംസ്കാരികവുമായ സമഗ്രത ഉറപ്പാക്കാനുമുള്ള പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നതെന്നും ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കി. നഷ്ടപ്പെട്ട ഹൈന്ദവ ശക്തി വീണ്ടെടുക്കാനുള്ള വമ്പൻ പരിശ്രമത്തിൻ്റെ എളിയ തുടക്കം. സംസ്ഥാനത്തുടനീളമുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന 1683 അർച്ചകരുടെ ശമ്പളം പ്രതിമാസം 10,000 രൂപയിൽ നിന്ന് 15,000 രൂപയായി ഉയർത്താനും നായിഡു സർക്കാർ തീരുമാനിച്ചു. കൂടാതെ ധൂപ ദീപ നൈവേദ്യം സ്കീമിന് കീഴിൽ ചെറിയ ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ച പ്രതിമാസ സാമ്പത്തിക സഹായം 5,000 രൂപയിൽ നിന്ന് 10,000 ഉയർത്തി. വേദവിദ്യ പൂർത്തിയാക്കിയെങ്കിലും നിലവിൽ തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് പ്രതിമാസം 3,000 രൂപ നൽകാനുള്ള നിർദ്ദേശവും അദ്ദേഹം അംഗീകരിച്ചു. ക്ഷേത്രങ്ങളിൽ സേവിക്കുന്ന നായി ബ്രാഹ്മണർക്ക് 25,000 രൂപ മിനിമം പ്രതിമാസ വേതനവും ഏർപ്പെടുത്തി. പ്രകൃതി ഭംഗിയും മതപരമായ പ്രാധാന്യവും സംരക്ഷിക്കുന്നതിനായി ക്ഷേത്ര വികസനത്തിന്, പ്രത്യേകിച്ച് വനപ്രദേശങ്ങളിലെ ക്ഷേത്ര വികസനത്തിന് മേൽനോട്ടം വഹിക്കാൻ ടൂറിസം വകുപ്പ്, ഹിന്ദു ചാരിറ്റീസ് വകുപ്പ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചു. ക്ഷേത്ര ട്രസ്റ്റിലേക്ക് 2 അധിക ഭരണസമിതി അംഗങ്ങളെ ചേർക്കാനും യോഗത്തിൽ തീരുമാനമായി. അതായത് 20 കോടിയോ അതിൽ കൂടുതലോ വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ ട്രസ്റ്റ് ബോർഡിൽ നിലവിൽ 15 അംഗങ്ങളാണുള്ളത്. ഇനി അത് 17 ഉയർത്തും. കൂടാതെ തെരഞ്ഞെടുപ്പിന് മുൻപ് NDA വാഗ്ദാനം ചെയ്തതുപോലെ ട്രസ്റ്റ് ബോർഡിൽ ഒരു ബ്രാഹ്മണനെയും ഒരു നായ് ബ്രാഹ്മണനെയും ഉൾപ്പെടുത്തും. ഭക്തരുടെ വികാരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നും അഹിന്ദുക്കൾ ക്ഷേത്രങ്ങളിൽ പ്രവർത്തിക്കരുതെന്നും ചന്ദ്രബാബു നായിഡു പറഞ്ഞു. നിർബന്ധിത മതപരിവർത്തനം ആന്ധ്രാപ്രദേശിൽ അനുവദിക്കില്ല. ഹിന്ദു ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് ജോലി നൽകരുത്. ആന്ധ്രാപ്രദേശിലെ 1110 ക്ഷേത്രങ്ങൾക്ക് ട്രസ്റ്റിമാരെ നിയമിക്കാൻ പോവുകയാണ്. നിലവിൽ അനധികൃതമായി ആളുകൾ കൈവശപ്പെടുത്തിയിരിക്കുന്ന 87,000 ഏക്കർ ക്ഷേത്രഭൂമി നിയമ നടപടികളിലൂടെ തിരികെ പിടിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതാണ് മുഖ്യമന്ത്രി, ഇതാകണം മുഖ്യമന്ത്രി. അല്ലാതെ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ച് അവിടുത്തെ ഭണ്ഡാരങ്ങളിൽ കൈയിട്ടു വരുന്ന കേരളത്തിലെ സർക്കാരിനെ പോലെ ആകരുത്. ക്ഷേത്രങ്ങളുടെ അന്യാധീനപ്പെട്ട നൂറുകണക്കിന് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി തിരികെ പിടിക്കാൻ ഒരു ചെറുവിരൽ അനക്കാത്ത കേരള സർക്കാരിനെ പോലെ ആകരുത് ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടത്. മദ്രസ അധ്യാപകർക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകാൻ മത്സരിക്കുന്ന പിണറായിയും കൂട്ടരും കണ്ടു പഠിക്കണം ആന്ധ്ര എന്ന സർക്കാരിനെ, ചന്ദ്രബാബു നായിഡു എന്ന മുഖ്യമന്ത്രിയെ. ഹൈന്ദവ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കാൻ, ഹൈന്ദവ ശക്തിയെ ഉണർത്തെണീക്കാൻ പ്രയത്നിക്കുന്ന ചന്ദ്രബാബു നായിഡുവിന് വമ്പൻ പിന്തുണയാണ് ആന്ധ്രയിലുടനീളം ലഭിക്കുന്നത്. നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ. പിന്തുണയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.